ഇവിടെ വന്ന് ഈ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന പ്രഭാസന അമ്മയ്ക്ക് ഞാൻ ആദ്യം നന്ദി പറയുന്നു. എൻ്റെ പേര് ജോമിൻ. ഞാൻ കൊല്ലം സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് ജൂലൈ 8-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഡെയിലി രാവിലെ അച്ഛൻ്റെ ബ്ലെസ്സിങ് പ്രാർത്ഥനകളെല്ലാം കാണുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്നു. പറഞ്ഞ കണക്ക് തന്നെ ഉടമ്പടിയിൽ എങ്ങനെയാണോ അന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് അത് കണക്കൊക്കെ ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു 3 മാസ കാലയളവിൽ എനിക്കങ്ങനെ മാറ്റങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒന്നും വന്നതായിട്ടോ എനിക്ക് തോന്നിയില്ല. ഞാൻ നോർമലി 3 മാസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുന്ന ടൈമിന് വന്നു. ഒക്ടോബർ 9-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം ആ ക്ലാസ്സിലാണ് എന്താണ് ഞാൻ ചെയ്യാഞ്ഞ കുറവുകളായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് എന്താണ് എൻ്റെ ഉടമ്പടിക്കകത്ത് വന്ന തെറ്റുകളെന്നുള്ളത് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഞാൻ ആ സമയത്തായിരുന്നു ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഓഫർ ലെറ്റർ വന്ന്, പക്ഷേ അതിനുശേഷം എനിക്ക് ഒരു അപ്ഡേറ്റും വരുന്നില്ല, പെർമിറ്റിൻ്റെ കാര്യങ്ങളൊന്നും വന്നില്ല. ഈ 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ എന്താണ് ആ തെറ്റുകളെന്നുള്ളത് നോക്കി അത് ഞാൻ തിരുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ടും എനിക്ക് 3 മാസത്തോളം പിന്നെയും സമയം പോയിട്ടും പെർമിറ്റ് വന്നില്ല. എൻ്റെ കൂടെ കൊടുത്തവർക്കും എൻ്റെ പുറകിന് കൊടുത്തവർക്കും പെർമിറ്റ് വരികയും അവർ രാജ്യത്ത് ഇറങ്ങുകയും ചെയ്തായിരുന്നു. ഞാൻ അന്നേരം ഒരു നിരാശയുടെ ഒരു വക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് മാത്രം ശരിയാവുന്നില്ല, അതിൻ്റെ കൂടെ വരുന്നവർക്ക് പോകുന്നു. ഞാനത് കുറേ കാലം 2-3 കൊല്ലമായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് മാത്രം അത് ശരിയായി വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഇന്നിപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പെർമിറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. കാരണം സന്തോഷം, നല്ല രീതിയിൽ സന്തോഷം കാര്യങ്ങളൊക്കെ ആയി. ഞാൻ ആ രീതിയിൽ നിന്നു. നവംബർ 2-ന് ശുദ്ധിരന്മകൾ വരുന്നയാൾ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ട് ഒന്ന് കടയിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. എനിക്ക് നല്ലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. ഞാൻ വണ്ടി സ്കിഡ് ചെയ്ത് വീണ് ഒരു 10 മിനിറ്റോളം റോഡിൽ സ്ലൈഡായി. ഞാൻ ചെന്ന് ഓട്ടോയിലിടിച്ച്. പക്ഷേ കണ്ടുകൊണ്ട് നിന്നവരും ആ കടയിൽ നിന്നവരെല്ലാം പറഞ്ഞ് നല്ല രീതിയിലാണ് വീണത്, തലയിടിച്ചോ, എന്നെ വന്ന് പിടിച്ച് എണീപ്പിക്കാനൊക്കെ വന്ന്. പക്ഷേ അന്നേരം എനിക്കറിയത്തില്ല, എന്തോ ഭാഗ്യം അറിയത്തില്ല, എൻ്റെ കയ്യില ഈ ഇവിടെ മാത്രം ഒരു മുറിവ് മാത്രമേ ഉണ്ടായുള്ളൂ. എൻ്റെ തലയിടിച്ച് വീണെന്ന് പറഞ്ഞാലും തലയ്ക്കോ അല്ലെങ്കിൽ ദേഹത്തിനോ ഒരു പ്രശ്നമൊന്നുമില്ല. അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഞാൻ പറഞ്ഞ് ഭാഗ്യം കൊണ്ടാ, സ്കില്ല് കൊണ്ടാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞ് പോയി. പക്ഷേ അത് കഴിഞ്ഞ് നവംബർ 2 ഞാൻ അത് കഴിഞ്ഞ് വന്ന ബുധനാഴ്ച എന്നെ എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് നിൻ്റെ പേപ്പർ വർക്കെല്ലാം ആയിട്ടുണ്ട്, നീ മെഡിക്കൽ എടുക്കാൻ വേണ്ടി നവംബർ 10-ന് മുംബൈയിൽ വരണമെന്ന് പറഞ്ഞ്. അങ്ങനെ അന്നേരമാണ് ഈ കാര്യം മനസ്സിലായത്. ആ വീഴ്ചയിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ 10-ാം തീയതി മെഡിക്കൽ എടുക്കാൻ പോകാൻ എനിക്ക് സാധിക്കത്തില്ല. കാരണം എൻ്റെ 3 വർഷത്തെ പ്രയത്നമാണത്. അന്നേരം അതിന് പോകാൻ സാധിക്കാതെ വന്നേരം അന്നേരം എനിക്ക് മനസ്സിലായി അമ്മ കൂടെ ഉണ്ടായതിൻ്റെ ഒരൊറ്റ ബലത്തിലാണ് എനിക്ക് അത്രയും വലിയ ആക്സിഡൻറ്റിൽ ഒന്നും പറ്റാഞ്ഞത്, ഞാൻ രക്ഷപ്പെട്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ 10-ന് മുംബൈക്ക് പോയി. മെഡിക്കലിൽ ഞാൻ ചെന്നിറങ്ങുന്നത് രാവിലെയാണ്. ഫ്ലൈറ്റ് ചെന്നിറങ്ങി, ഉറങ്ങിയിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, ചെന്ന് വെള്ളം കുടിച്ച് മെഡിക്കൽ എടുത്ത്. എനിക്ക് BP സാധാരണ നോർമലി എനിക്ക് BP ലോ ആണ്. വീട്ടിൽ ഹൈ BP ഉള്ളതാണ്, ഉപ്പ് യൂസ് ചെയ്യാതെ എൻ്റെ BP ലോ ആണ്. പക്ഷെ അന്നത്തെ ദിവസം ഞാനവിടെ ചെന്നപ്പം എനിക്ക് BP ഹൈ ആണ്, 160 സംതിങ് എൻ്റെ BP. അന്നേരം അവർ ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇഷ്യൂ ഉണ്ടോ? ഞാൻ പറയും നോർമലി BP ലോ ആണ് വരുന്നത്, ഹൈ ട്രാവൽ ചെയ്തതിൻ്റെ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ചെറുതായിട്ടൊന്ന് ടെൻഷനായി. എന്ന് പറഞ്ഞാൽ ഇനി ഈ BPയുടെ ഇഷ്യൂവിൻ്റെ പുറത്ത് മെഡിക്കൽ ഫെയിലാവുമോ അല്ലെങ്കിൽ റീമെഡിക്കൽ വരുമോ എന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ കാശുരൂപം എൻ്റെ കയ്യിൽ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു. ആ കാശുരൂപം ഞാൻ ഉടമ്പടി എടുത്ത് എന്ന് തൊട്ടോ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കൊന്തയിലുണ്ട്. ഞാൻ ഇതുവരെ അത് മാറ്റിയിട്ടില്ല. ഫുൾ ടൈം ഞാൻ കാശുരൂപം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇങ്ങനെ കൊന്തയിലിട്ടേക്കത്തേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ നേരത്ത് കൊന്തയിൽ വരിക, കാശുരൂപം പിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മെഡിക്കൽ ഓക്കെ ആയി. അന്നേരം പറഞ്ഞ് 10 ദിവസം അവിടെ മുംബൈയിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മുംബൈയിൽ വെയിറ്റ് ചെയ്ത്. ആദ്യം ഞാൻ നിന്നത് ഒരു ഹിന്ദിക്കാരുടെ ഏരിയ ആയിരുന്നു. അതവിടെ ഫുഡോ അല്ലെങ്കിൽ അക്കോമഡേഷനൊന്നും നല്ലതല്ലായിരുന്നു. അന്നേരം ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങോട്ട് വാ, നമുക്കിവിടെ സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്, കുഴപ്പമില്ല, മലയാളികളുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഇഷ്ടമില്ലാതെ പോയി നോക്കാമെന്ന് പറഞ്ഞ് സംഭവം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ നിന്നതിനെക്കാട്ടി നല്ല സൗകര്യമുള്ള സ്ഥലവും മലയാളികളുടെ റെസ്റ്റോറൻറ്റ്,
ഏജൻസിക്ക് എംബസിക്ക് തൊട്ടടുത്ത് തന്നെ അക്കോമഡേഷനും ട്രാവൽ ചെയ്യാൻ എളുപ്പം. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് തന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് നിന്ന് ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞ് ചെല്ലണമെന്ന് പറഞ്ഞു എംബസിയിൽ. ഞങ്ങൾ ചെന്നപ്പം എൻ്റെ കൂടെ ഒരു 3-4 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർക്ക് സബ്മിഷനും ഞങ്ങളുടെ കൂട്ടത്തിൽ 3 പേർക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു. അന്നേരം ഈ കൂടെ സബ്മിഷൻ ഉള്ളവരുടെ ഫയൽ ഒരു എംബസിയുടെ പുറത്ത് നരിമാൻ പോയിൻ്റ് എന്ന് പറയും, അവിടെ ഞങ്ങൾ ബീച്ച് സൈഡിൽ ഇരുന്നാണ് പേപ്പർ നോക്കിയത്. എൻ്റെ ഫയൽ കറക്റ്റായിട്ട് ഏജൻറ്റ് തന്നുകൊണ്ട് അത് കണക്കിന് ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം കൂടെ ഒരാളുടെ പേപ്പറിൽ എന്തോ കുറവുണ്ടെന്ന് പറഞ്ഞപ്പം ഇവിടെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് തന്നെ. അന്നേരം അവനോടൊരിത് നോക്കേണ്ട വഴിക്ക് ഒന്ന് മറിച്ച് നോക്കി എല്ലാം വെച്ച് കുഴപ്പമില്ല പേപ്പറെല്ലാം ഉണ്ടെന്ന് പറയാൻ വേണ്ടി കൊടുത്ത്. ഞാൻ വിചാരിച്ചു എൻ്റെ ഫയൽ ഞാൻ എടുത്ത് ബാഗ് വെച്ചേക്കില്ല, ചെക്ക് ചെയ്തില്ലല്ലോ, ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തുറന്നില്ല. ഞാനത് ഇൻ്റർവ്യൂവിന് കയറുന്നതിൻ്റെ സ്റ്റേജ് എത്തിയപ്പം ബാഗ് തുറന്ന് ഫയൽ നോക്കിയപ്പം എൻ്റെ ബാഗിൽ എൻ്റെ ഫയലില്ല. കാരണം പറയാം, ഒരു ജോലിയുടെ കടമ്പയിൽ 99% കഴിഞ്ഞ് ആ 1% വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. ആകെ ഞാൻ ടെൻഷനായി. ഞാൻ ഇന്ന നിപ്പിൽ ഇറങ്ങി ഓടി ഇരുന്ന സ്ഥലത്ത് പോയി. അവിടെ ഇല്ലെന്ന് എനിക്കറിയാൻ കാര്യം പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ മാനസികാവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഇറങ്ങി ഓടി അവിടെ ചെന്ന് നിന്ന് വിറച്ച് നിന്നത്. എന്നിട്ട് ഇനി ജീവിതത്തിൽ ഇനി മുമ്പോട്ടൊന്നും ഇല്ല, ഇത്രയും കാലം ശ്രമിച്ചതിൻ്റെ ഫലം കിട്ടാതെ ഇതെന്താവുമെന്ന് അറിയാതെ ടെൻഷനിൽ നിൽക്കുക. അന്നേരം ആ കൂട്ടുകാരൻ അവൻ ഓടി വന്നിട്ട് ഇടാ എൻ്റെ ബാഗിലുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവന്നു. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓടുന്നത്. അന്നേരം ഇനി എന്താകുമെന്നൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയായിപ്പോയി. അവൻ കൊണ്ടുവന്ന് അതേ ഫയലുമായിട്ട് അടുത്ത അതേ കണക്ക് ഓടി എംബസിയിൽ അവിടെ വന്ന്. നമുക്ക് എംബസിയിൽ ഇൻ്റർവ്യൂ ഇരിക്കുന്ന 3 പേരുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ ഇതിലാണ് ഇരുത്തുന്നത്. അന്നേരം വിയർത്ത് കുളിച്ച് ചെന്നപ്പം അവിടെ എല്ലാവരും എന്നെ നോക്കുന്നത്. കാരണം പറയാം, അവിടെ എല്ലാവരും നോർമലി ഇൻസ്റ്റൻ്റ് അടിച്ച് നീറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ മാത്രം വിയർത്ത് കുളിച്ച് ഷൂസ് കഴിഞ്ഞ് ആകെ അലമ്പ് പരുവത്തിലാണ് ഞാൻ ചെന്ന് കയറുന്നത്. അന്നേരം എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലൊരു 5 പേരുണ്ട്. അവർ കഴിഞ്ഞിട്ടേ എൻ്റെ പേപ്പർ വിളിക്കത്തുള്ളൂ. ആ സമയം കൊണ്ട് അവിടെ ഇരുന്ന് ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന കാര്യങ്ങൾ വരെ എൻ്റെ മൈൻഡിൽ നിന്ന് ബ്ലാങ്കായി. എനിക്കൊരു വക ഓർമ്മയില്ല. ഞാൻ ആകെ എന്ത് ചെയ്യും എന്ന് പറയാം. അവരകത്ത് എന്ത് ചോദിച്ചാലും ഇത് നമ്മുടെ മൈൻഡിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് റിജക്ഷൻ അടിക്കാൻ എളുപ്പമാണ്. അന്നേരം ഞാനാകെ ടെൻഷനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫയലെടുത്ത് പെട്ടെന്ന് പ്രാർത്ഥിച്ച്, ഞാൻ കാശുരം പിടിച്ച് പ്രാർത്ഥിച്ച്, മാതാവേ എന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ഓടിച്ച് നോക്കി, എല്ലാം ഓടിച്ച് നോക്കി, ഫയൽ ഡോക്യുമെൻറ്റ്സ് മൊത്തം ഓടിച്ച് നോക്കി. അതാ എൻ്റെ ഭാഗ്യം അതായിരുന്നു പറഞ്ഞാൽ 5 പേര് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അവരുള്ളത് കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടി, സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റി, നോക്കാൻ പറ്റി. ഞാൻ ഓക്കെ ആയിട്ട് കയറി. അന്നേരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്കറിയാവുന്നത് എന്നോട് ചോദിക്കാവുള്ളൂ, കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ തെറ്റിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവമേ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രാർത്ഥന അമ്മ കേട്ട് അകത്ത് കയറി ഞാൻ ചെന്ന് എൻ്റെ അടുത്ത് ആകെ ചോദിച്ചത് എൻ്റെ പേര്, ഞാൻ മാരീഡാണെന്ന് വെച്ച് പറഞ്ഞ്, എൻ്റെ കോൺട്രാക്റ്റിൻ്റെ കാലയളവ് ചോദിച്ച്, ഫാമിലി റിലേറ്റീവ്സിനെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ച്. ഇത് കറക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ്, കോമൺ ആയിട്ട് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൻസറാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ജോമിൻ യു ക്യാൻ ഗോ ഔട്ട് സൈഡ് ആൻഡ് സൈൻ ദ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു. അത്യം അന്നേരം എനിക്ക് വിശ്വാസമില്ല എന്തോ സംഭവം പാസ്സായതാണോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നറിയാത്തതുകൊണ്ട് പുറത്ത് വന്നിട്ട് ഞാൻ ഇതാണ് ഏജൻറ്റ് പറഞ്ഞു, ഇതാണൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഒരു 3 ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. സാധാരണ നമുക്ക് 24 മണിക്കൂർ വേണ്ട ആ റിസൾട്ട് വരാൻ, പക്ഷേ അത് ശനിയും ഞായറും അതാണ് അവധി. ഞങ്ങൾ ഏജൻറ്റിനോട് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല കുഴപ്പമില്ലടാ നിങ്ങൾ പൊയ്ക്കോ, വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. മനസ്സോടാണ് കയറുന്നത്. റിസൾട്ട് എന്തോ എന്നറിയത്തില്ല, ആകെ ഈ ഓഡിയൻ്റെ ടെൻഷൻ, ഇതിനകത്ത് പെർഫോം ചെയ്തത് ശരിയാണോ, എല്ലാം ഒരു ടെൻഷൻ്റെ പുറത്താണ് നിൽക്കുന്നത്. പിന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കയറി. എല്ലാവർക്കും തിങ്കളാഴ്ച വിസ വന്ന്, എനിക്ക് തിങ്കൾ വന്നില്ല, ചൊവ്വ വന്നില്ല, ബുധൻ വന്നില്ല. ഞാൻ ആകെ ടെൻഷൻ. വീട്ടിൽ എന്നെക്കാട്ടി ടെൻഷൻ വീട്ടിൽ അമ്മയ്ക്ക്. എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാനൊരു 2 വിസയൊക്കെ വെച്ച് റിജക്റ്റ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ പോയി ആ ഒരു സ്റ്റേജ് കടന്നിട്ടാണ് ഇങ്ങനെ വന്നത്. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ആയപ്പോഴും ബുധനാഴ്ച ഞങ്ങളുടെ അവിടെ നൊവേനയൊക്കെ ഉണ്ട്, പള്ളിയിലൊക്കെ പോയി വൈകുന്നേരം നൊവേനയൊക്കെ പോയി പ്രാർത്ഥിച്ച് മനസ്സിന് സമാധാനം കിട്ടുന്നത് പള്ളിയിൽ ചെല്ലുമ്പോൾ മാത്രമാണ്. അല്ലാതെ ചിരിച്ചു നിന്നാലും ടെൻഷൻ്റെ പീക്കാണ്, കാണിക്കാൻ പറ്റത്തില്ലെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു മൈൻഡിൽ നിൽക്കുമ്പോൾ വ്യാഴാഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിൻ്റെ വിസ വന്നിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞ് അവർ ഫോട്ടോ ഇട്ട് തന്ന്. ഈ ഇത്രയും ടൈം കാലയളവ് ആദ്യത്തെ തടസ്സങ്ങളെല്ലാം വന്ന സമയത്തും ഞാൻ ആകെ പ്രാർത്ഥിച്ചത് ദൈവമേ ഈ കരുതി വെച്ചേക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ശ്രമിക്കുന്നത് ഇതിനു വേണ്ടിയാണ്, എനിക്കത് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പറഞ്ഞാൽ ഇതിൽ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും, എനിക്ക് കുടുംബത്തെ രക്ഷപ്പെടുത്താം, ഓക്കെയാണ്. ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു, അല്ല ഇതിന് കിട്ടിയില്ലെങ്കിൽ തന്നെ എനിക്ക് നീ എന്താണോ കരുതി വെച്ചേക്കുന്നത്
അത് ഉൾക്കൊള്ളാനൊരു മാനസികാവസ്ഥ എനിക്ക് നീ തരണേ. ഒരിക്കലും ഒരു സാഹചര്യത്തിൽ പോലും സഭയിൽ നിന്നോ എൻ്റെ വിശ്വാസത്തിൽ നിന്നോ എന്നെ പിന്നോട്ട് വലിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടത്. അങ്ങനെ വിസ അടിച്ചു, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. എനിക്ക് ടിക്കറ്റ് ഈ മാസം 10-ാം തീയതി ഞാൻ ഇവിടെ ഉടമ്പടിയിൽ രണ്ടാമത്തെ ഉടമ്പടിയിൽ എഴുതിയപ്പം ഞാനൊരാഗ്രഹത്തിന് പുറത്ത് എഴുതിയായിരുന്നു, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണേ അമ്മയെന്ന് പറഞ്ഞ് എഴുതിയായിരുന്നു. എന്നിട്ട് ഉടമ്പടി ആദ്യം വന്നപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ടോക്കൺ കൊടുക്കുന്നതും തിരികളും കുടയും മാതാവിൻ്റെ രൂപം പിടിക്കുന്നതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അന്ന് എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ എനിക്കത് മനസ്സിലായത് അത് റാൻഡമായിട്ട് എടുക്കുന്നതാണ്. അന്നേരം ഞാൻ രണ്ടാമത് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ പ്രാർത്ഥിച്ചു, എനിക്കൊരു അടയാളം പോലെ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് കണക്ക് ഞാൻ ഇവിടെ നിന്നപ്പം ആ പാത്രം തന്നിട്ട് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. എടുത്തപ്പോൾ എനിക്ക് തിരിയാണ് കിട്ടിയത്. അന്നേരം സത്യം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അന്നേരം ഒരു അടയാളം തന്നല്ലോ എന്നൊരു തിരി. അങ്ങനെ ഈ 10-ാം തീയതി എൻ്റെ ടിക്കറ്റാണ്, ഇസ്രായേലിലോട്ട് പോകുന്നതിൻ്റെ എല്ലാ വർക്കുകളും ശരിയായി. ഇതിനിടയ്ക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡയാലിസിസ് പേഷ്യൻറ്റിനെ ഓട്ടം കൊണ്ടുപോകും. കാരണം ഞാൻ വേറെ ജോലിയൊന്നുമില്ല, ഇതിന് പോകേണ്ട വഴിക്ക് വേറെ ജോലിക്കൊന്നും ആയില്ല. അന്നേരം അവരെ കൊണ്ടുപോകും, അവർ പൈസ തരും. അന്നേരം ആ പൈസ ഈ നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വരുമാനമായിട്ടേ കണ്ടുള്ളായിരുന്നു. അന്നേരം ഞാൻ നമ്മുടെ ഈ ഹോസ്പിറ്റലായതുകൊണ്ട് അറിയാവുന്നവർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും കൈയിരിക്കുന്നതനുസരിച്ച് കൊടുക്കും. ഓവറായിട്ടൊന്നും കാണത്തില്ല. നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ കിട്ടുന്ന ശമ്പളം പോലെ കിട്ടുന്ന പൈസക്കകത്തുനിന്ന് പള്ളിയിൽ ഒരു ശതമാനം കൊടുക്കണം എന്നൊരു പറച്ചിൽ എൻ്റെ അപ്പൻ ഞങ്ങളുടെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു നമ്മുടെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം പള്ളിക്ക് നൽകണം, അല്ലെങ്കിൽ ആ ദൈവത്തിന് കൊടുക്കണം, അതുള്ളതാണ് എന്ന് പറഞ്ഞ് ഞാനത് പക്ഷെ ആരും കാണാമെന്ന് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ അല്ലാതെ തന്നെ ഈ നേർച്ചിടുമ്പോഴോ കഴിച്ചിടുമ്പോഴോ സ്വസ്ത്ര കഴിച്ച് അങ്ങനെ ആട്ടാക്കി ഞാനും കിടത്തോളൂ. എന്ന് പറഞ്ഞാൽ എനിക്ക് പേരായിട്ട് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സ്ഥലത്തും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുമെന്നൊന്നും ആർക്കും അറിയാനും പറ്റത്തില്ല, ചിലപ്പം ആരും അറിയത്തുമില്ല. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായ ദേഷ്യം പെട്ടെന്ന് വരുമായിരുന്നു. ഞാൻ കാശുരൂപം ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എൻ്റെ ദേഷ്യത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റണം. ഞാൻ ആരോടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഇപ്പോഴും പൂർണ്ണമായി മാറിയെന്ന് എനിക്ക് വിശ്വാസമില്ല, എന്നാലും പഴയതിനെക്കാട്ടി എൻ്റെ ജീവിതത്തിൽ അതിനൊരു മാറ്റമുണ്ട്. അതെല്ലാം അമ്മ പ്രാർത്ഥനയും ഈ വിശ്വാസത്തിൻ്റെയും ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ശ്രമിച്ചിടത്തൊന്നും കിട്ടിയിട്ടില്ല. ഇത് എനിക്ക് കിട്ടിയത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ. പറഞ്ഞാൽ എൻ്റെ കഴിവിൻ്റെ പുറത്ത് ഞാൻ 2 വർഷം ശ്രമിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല. 2 വട്ടം ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടിയില്ല. 1 വട്ടം വെച്ച് വിസ റിജക്ഷൻ, 1 വട്ടം പൈസ ഏജൻറ്റ് പറ്റിച്ച്, ഇത്രയും നഷ്ടം വന്നു. അവസാനമാണ് വിശ്വാസത്തിൽ ചെയ്ത ഇതിൽ എനിക്ക് എൻ്റെ ഒരു കഴിവും ഇതിനകത്ത് എനിക്ക് നടന്നിട്ടില്ല. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഇതിന് നന്ദി പറയുന്നു.